അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തഹിയ എന്ന ഫണ്ട് ശേഖരണം മാഷാ അല്ലാഹ് 40 കോടിയും കഴിഞ്ഞ് അതിന്റെ പ്രയാണം തുടരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സഹായിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇരുവീട്ടിലും അവരെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ചിലരുടെ ഒരു ധാരണയുണ്ടായിരുന്നു, തന്റെ കോഴി കൂവിയാലേ നേരം പുലരുകയുള്ളൂ എന്ന്. വീമ്പ് പറഞ്ഞവരും അത് ഏറ്റുപിടിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് 5 കോടി വെച്ച് 1 കോടിയിലെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല എന്ന്. മാഷാ അല്ലാഹ്, അത് നമ്മുടെ രാജ്യത്ത് നിന്ന് വെച്ച് ഒരു ഏറ്റവും വലിയൊരു ഫണ്ട് ശേഖരം 40 കോടി കഴിഞ്ഞു. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞിരുന്നത് ഒരു 30 കോടി സമാഹരിക്കണം എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അതിന്റെ ഇരട്ടി ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഇവിടെ വരാൻ പോകുന്നത്. പിന്നെ ചിലവരൊക്കെ പറഞ്ഞിരുന്നത് ഇതിന്റെ സ്റ്റേജ് കെട്ടാനും പിന്നെ അതിന്റെ ഭക്ഷണം കൊടുക്കാനും സമ്മേളനം നടത്താനാണ് ഈ പിരിവ് എന്ന് പറഞ്ഞിട്ട് ദുഷ്പ്രചരണം നടത്തി. അതിന് മറുപടി ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ പ്രസ്ഥാനം ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ്, ആത്മീയമായ ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ശൈഖുന അസ്കർ അലി ഫൈസി ഉസ്താദ് ഇന്നലെ പ്രഭാഷണത്തിൽ പറഞ്ഞു, നമ്മുടെ സ്റ്റേജ് മൈക്ക, അതിന്റെ ഭക്ഷണം, അതിന്റെ ക്യാമ്പുകളിലുള്ള ഭക്ഷണം, ഇതൊക്കെ സമാഹരണത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന അസ്കർ അലി ഫൈസി ഉസ്താദ് പറഞ്ഞത് ഒരു 10 കോടി രൂപയോളം വരും. അതൊരു വ്യക്തി ഏറ്റെടുത്തിരിക്കുന്നു. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, ഒരു വ്യക്തി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, കുനിയ എന്ന് പറയുന്ന ആ പ്രദേശത്തിലുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി കുനിയ, ബഹുമാനപ്പെട്ടവരെ ആ സമ്മേളന നഗരി കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞവരൊക്കെ ടെലിഫോൺ ചെയ്തിട്ട് പോലും ആ സ്ഥലം മുടക്കിയ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നിപ്പോ അതിന്റെ 100-ാം വാർഷികത്തിന്റെ സമ്മേളനം തുടക്കം, ഇതിന്റെ പതാക ഉയർത്തി അതിന്റെ സമാപന സമ്മേളനം എന്തൊക്കെ ചെലവ് വരുന്നു അതൊക്കെ ഓരോ വ്യക്തികൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോ ഇതൊക്കെ ഒരാൾ മുടക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് മുണ്ടിയിട്ടില്ലെങ്കിൽ, ഇന്റെ സന്ദേശം നൽകിയിട്ടില്ലെങ്കിൽ ഇത് വിജയിക്കൂല. അതൊക്കെ ചില ആളുകാർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ആ ചിലരുടെ ആ ധാരണയുണ്ടല്ലോ, ആ ഒരു ധാരണ, ഞാൻ ഇല്ലെങ്കിൽ ഇത് നടക്കൂല, ഞങ്ങളില്ലെങ്കിൽ ഇത് നടക്കൂല എന്നുള്ളൊരു ധാരണ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതേതായാലും ഈ 100-ാം വാർഷികത്തോടുകൂടി, ഈ തഹിയ ഫണ്ടോടുകൂടി അതൊക്കെ അസ്തമിച്ചു എന്ന് വേണ്ടി പറയാം. ബഹുമാനം, ഇൻഷാ അല്ലാഹ് നാളെ ഇതിന്റെ പൂർണ്ണ വിവരം കിട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താണ് KPS തങ്ങളെ നിങ്ങൾ ഫോൺ എടുക്കാത്തത്? നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് എന്താ റേഞ്ച് കിട്ടണത്? ഞങ്ങൾ സിം ഒന്ന് മാറ്റിയിട്ട് എത്ര നേരമായി ഞങ്ങൾ വിളിക്കണേ, നിങ്ങൾ ഫോൺ എടുക്കണത്. ഞങ്ങളോട് ഒരു സന്തോഷപ്പെട്ട വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇന്ന് സമസ്തന്റെ തഹിയ ഫണ്ട് 40 കോടി കടന്ന്. ജിഫ്രി തങ്ങൾ തുറന്നു വെച്ച ആ വാൾവ് 40 കോടി കടന്ന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ മഹല്ല് കൂടി ആരോടും കൊടുക്കരുതെന്നും മദ്രസ കൂടി ആരോടും കൊടുക്കരുതെന്നും സാദിഖ് അലി തങ്ങൾ കൊടുത്തിട്ടില്ലാന്നും ഇതിനോട് സുഹാബികളെ സഹായിക്കണില്ലാന്നും നാസർ ഫൈസി കൊടുത്തായും മധുസമ പൂക്കോട്ടൂരും ഷാഫിയാജിയും മറ്റേ ജബ്ബാറാജിയും ആരും കൊടുക്കണില്ലാന്നും ഒക്കെ പ്രചരണം നടത്തി. ഉള്ള ഗ്രൂപ്പ് കൂടി മുഴുവങ്ങൾ പ്രചരണം നടത്തി. എന്നിട്ട് നിങ്ങൾ ഇതിക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ വോയിസ് വിട്ട്, സാദിഖ് അലി തങ്ങൾ കൊടുത്തിട്ടില്ല, സാദിഖ് അലി കൊടുത്തിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വോയിസൊക്കെ അങ്ങനെ പാറി നടത്തി നോക്കി. എന്നിട്ടും സമസ്തന്റെ മക്കളെ ഏറ്റെടുത്തുകാണ്ട് അത് വമ്പം വിജയത്തിലേക്ക് എത്തിച്ച്. സമസ്ത മുഷാവറ ആ ആപ്പ് ഉണ്ടാക്കിയതിന്റെ ശേഷം പറഞ്ഞത് 35 കോടിയാണ് ടാർഗറ്റ് പറഞ്ഞത്. ഇപ്പൊ 40 കോടിയും കടന്ന് മുന്നേറാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ എത്താന്ന് പറയാൻ പറ്റൂല, മണിക്കൂറുകളുണ്ട് ബാക്കി, നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഈ 4 ഒരു ഉച്ചാളി രാഷ്ട്രീയ പാർട്ടിന്റെ കീഴിൽ കൊണ്ടുപോയി വെച്ച പ്രസ്ഥാനമല്ല സമസ്ത എന്ന് പറഞ്ഞത്, ജനഹൃദയങ്ങളിൽ കൊണ്ടുപോയി വെച്ച പ്രസ്ഥാനമാണ്. ഇതൊന്ന് പറഞ്ഞാണ്ട് നിങ്ങളെ ആ പ്രചരണത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടായി എന്ന് പറയാനാണ് നിങ്ങളെ ഈ വിളിച്ചത്. അതിന് നിങ്ങൾ ഫോൺ എടുക്കണ്ടേ? നിങ്ങൾ ഫോൺ എടുക്കുമ്പോ ഹലോ ഹലോ എന്ന് പറഞ്ഞ് പോവാണ്. എന്താ ചെയ്യാ? തെക്കോത്തങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കോളാമ്പി ആയി തുറന്നു വെച്ചാണ്ട് രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു കോളാമ്പി ആയി കാണും ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളല്ല, നിങ്ങളമായിട്ട് ആര് പറഞ്ഞിട്ടില്ലെങ്കിലും, തഹിയ എന്ന വാക്ക് ഉച്ചരിച്ചിട്ടില്ലെങ്കിലും, ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ 100 കോടി ചോദിച്ചാൽ 100 കോടി കൊടുക്കാനും കേരളത്തിലെ സുന്നി മക്കൾ സജ്ജമാണ് എന്ന് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കണം.
ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല സമസ്തന്റെ കൊടിയും സമസ്തന്റെ പ്രസ്ഥാനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ജാരിയ ഫണ്ട് ഉണ്ടാക്കി SKSF-ന്റെ, അന്ന് നിങ്ങൾ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി. അന്ന് 10 കോടി ഞങ്ങൾ എത്തിച്ചു, ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനന്റെ. ഇപ്പൊ ഞങ്ങൾ സമസ്തന്റെ ആണ് നടത്തിയത്. 35 കോടി ഞങ്ങൾ ടാർഗറ്റ് ഇട്ടാണ് വെച്ചത്. 40 കടഞ്ഞ് മുന്നേറുകയാണ്. എവിടെ വരെ എത്തുന്നു ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമസ്തയുടെ 100ാം വാർഷികം ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ നടത്തും. ജിഫ്രി തങ്ങളുടെ വാഹനയാത്ര ഞങ്ങൾ അന്തസ്സായിട്ട്, കേരള യാത്ര അന്തസ്സായിട്ട് ഞങ്ങൾ നടത്തും. 100ാം വാർഷികം അന്തസ്സായിട്ട് നടത്തും. ഒരു 25 ലക്ഷം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ 100ാം വാർഷികം അതിശക്തമായിട്ട് ഫെബ്രുവരി 1 മുതൽ 8 വരെയുള്ള അതിൽ ഞങ്ങൾ നടത്തി കാണിച്ചു തരും. മനസ്സിലായോ? കൂടെ ഞങ്ങളോട് ഉമർ ഫൈസി മുക്കം പറഞ്ഞ മാതിരി കന്നാനികളെ വേണമെങ്കിൽ ആ കപ്പലിൽ കയറിക്കോളി. നിങ്ങൾ കയറണമെന്നാണ് നമ്മളെ ആഗ്രഹം. കുത്തിത്തിരിപ്പൊക്കെ ഒഴിവാക്കി പുറത്ത് വെച്ചതിന്റെ ശേഷം ഇന്ന് രാവിലെ മുതൽ ഞങ്ങളെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഫോൺ എടുക്കണില്ല. ഫോൺ കുറെ അടിച്ച് എടുത്തിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഹലോ ഹലോ എന്ന് ചോദിച്ചു പോവാണ്. എന്താണ് നിങ്ങൾ മറുപടി പറയാത്തത്? നിങ്ങൾ പറയും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആരാണ് പിന്നെ ഈ കൊടുക്കണത്? ഒറ്റ ലീഗരും KMCC-ക്കാരും ആരും കൊടുത്തിട്ടില്ല നിങ്ങൾ പറയണ്ടേ? സ്വാദിഖ് അലി നിങ്ങളും കൊടുത്തിട്ടില്ല, നിങ്ങൾ സത്യം ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ടും പിന്നെ ആരാണ് ഈ സമസ്തക്കും വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നത്? അപ്പൊ സമസ്ത ശക്തമാണ് എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ തെളിയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഈ ബുദ്ധികളായ ആളുകൾ നിങ്ങൾക്ക് എഴുതി തരുന്ന മാറ്ററുകൾ പറയുമ്പോൾ സമസ്ത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് വേണം. നിങ്ങൾ തങ്ങളായതുകൊണ്ടാണ് ഇത്ര ബഹുമാനപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ വാക്കിന്റെ ശൈലിയൊക്കെ മാറും. ഞങ്ങൾ സലാമിനോട് പറഞ്ഞ രീതിയൊക്കെ ആവും ഞങ്ങൾ പറയുമ്പോൾ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമസ്ത എന്താണെന്ന് നിങ്ങളൊന്ന് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടീനെ വിളിച്ചു നിർത്തിയാണ് ചോദിക്കും എന്താണ് മൂല സമസ്ത എന്ന്. ആ കുട്ടി നല്ല വെടുപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് സമസ്ത എന്നുള്ളത്. അത് പഠിക്കാതെ സമ്പത്തിന് പ്രാധാന്യം നൽകിയോണ്ടാണ് നിങ്ങളെ ഈ സുഹാബിപ്പാട് അങ്ങനെ ആയിപ്പോയത്. നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല. നിങ്ങളെന്ന് പറയുമ്പോൾ ഷാഫിയാജി പെടും, ജബ്ബാറാജി പെടും, മറ്റേ കല്ലായി പെടും, നാസർ ഫൈസി കൂടത്തായി പെടും, അബ്ദുസമ പൂക്കോട്ടൂർ പെടും, അങ്ങനെ സുഹാബിപ്പാട് മൊത്തം പെടും അല്ലേ? നിങ്ങൾ ആരും സഹായിക്കാത്ത സമസ്തന്റെ ഫണ്ട് 40 കഴിഞ്ഞ് മുന്നേറുകയാണ്. ഇതേമാതിരി 100ാം വാർഷികം കൊണ്ടാടാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിൽ പരാതി കൊടുത്തുകൊണ്ട് നിങ്ങളൊരു ഇതൊക്കെ ഉണ്ടാക്കി, ഒരു സംഘടന ഒക്കെ ഉണ്ടാക്കി നോക്കി. നിങ്ങൾ സ്വാഗത സംഘം തന്നെ ഉണ്ട്. എന്നിട്ട് എന്തേ ആയത്? എന്നിട്ട് എന്തേ ആയത്? അതാ പറഞ്ഞത്. സമസ്തന്റെ കൂടെ നിൽക്കുമ്പോൾ സുന്നത്തി ജമാഅത്തും കൂലി അള്ളാന്റെ അടുത്ത് പ്രതീക്ഷിച്ച് നിൽക്കണം. അല്ലാതെ ലീഗുകാർ സഹായിക്കും, നാട്ടുകാർ സഹായിക്കും, രാഷ്ട്രീയക്കാർ സഹായിക്കും എന്ന് വിചാരിച്ചാണ് നിൽക്കരുത്. മനസ്സിലായോ? നിങ്ങൾ പല ആളുകളും സമസ്തനെ കളിയാക്കാനും വേണ്ടി 2 റുപ്യ 3 റുപ്യ ഒക്കെ ഇട്ടാണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നീനല്ലോ നിങ്ങളെ സുഹാബികളായ ആളുകൾ. സമസ്തനെ കളിയാക്കി നോക്കി തേക്കാനല്ലേ? ഇപ്പൊ എന്ത് പറയണം? നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ നിങ്ങൾ പറയും. നിങ്ങളെ ഗ്രൂപ്പിൽ നോക്കിയിട്ട് നിങ്ങളെ കാണുന്നില്ല, നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ കിട്ടണില്ല, നിങ്ങളെ വാട്സാപ്പിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളെ ലെഫ്റ്റ് അടിച്ച് ഓടുകയാണ്. നിങ്ങൾ മറുപടി പറയും. നിങ്ങൾ 7 മിനിറ്റ് കുത്തിപ്പിടിച്ച് ഇങ്ങനെ വിടുണ്ടല്ലോ മണിക്കൂറിൽ ഇങ്ങനെ കണക്കാക്കിയാണ്ട്. അതിന് മറുപടി ഉണ്ട് നിങ്ങൾ പറയുന്നത്. പിന്നെ അനിൽ മുഹമ്മദിനോട് കൂടി 2 കാര്യം പറയാനുണ്ട്. അനിൽ മുഹമ്മദ്, എൻ്റെ എന്താ പറയാ ഈ യൂട്യൂബ് ചാനലേറ്റ് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കി അടിച്ച് മുന്നോട്ട് പോയിക്കോ. ഞങ്ങൾ അതിനൊരു എതിർപ്പില്ല. അതിനോട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇജ്ജ് തിന്ന് ജീവിച്ചോ. ഈ സമുദായത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ്ട് സമുദായത്തിൽ തമ്മിത്തല്ല് ഉണ്ടാക്കുമ്പോൾ, സമുദായത്തിന്റെ കുറ്റങ്ങൾ പറയുമ്പോൾ അതിലുള്ള ആളുകൾ പ്രതികരണം നടത്തുമ്പോൾ ഇതാ ഈ മുസ്ലിം സമുദായം ഒറ്റപ്പെടുത്തണേ, ഞാൻ ഒരു ഹിന്ദു ആയ ആള് മുസ്ലിം ആയതല്ലേ, ഇന്നത് ഒറ്റപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഇജ്ജെടുക്കുന്ന പണി എന്താണെന്ന് വെച്ച് നോക്കണം. ഒരു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. ഞങ്ങൾ തഹിയ ഫണ്ട് പിരിച്ചത് പാവപ്പെട്ടവരെ സഹായിക്കാനും പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും സമസ്തന്റെ ഒരുപാട് പ്രൊജക്റ്റുകൾക്കുള്ള പൈസയായിട്ടാണ് അത് പിരിച്ചിട്ടുള്ളത്. അത് നാളെ അള്ളാന്റെ അടുത്ത് കൂലി പ്രതീക്ഷിച്ചിട്ടാണുള്ള ജനങ്ങൾ കൊടുത്തതും, അല്ലാതെ സമസ്തക്ക് പുട്ടടിച്ചാനല്ല. ആദ്യം ഇത് മനസ്സിലായോ? അനക്ക് ആരെങ്കിലും തരിപ്പ് കയറ്റിയാണ്ട് ഇത് പറയും അത് പറയുന്ന എഴുതി തരണ്ടെങ്കിൽ ആദ്യം സമസ്തനെ കുറിച്ചൊന്ന് പഠിക്കുക, എന്താണ് സമസ്ത എന്നുള്ളത് കേട്ടോ. എന്നിട്ട് എനിക്ക് ഈ ഷജറകളെയും സമസ്ത മക്കളെയും ഒക്കെ കളിയാക്കാം. ആദ്യം പറഞ്ഞല്ലോ ഇന്ധനം പൂട്ടി വെച്ചു, അതവിടെ നിന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എന്തേ എനിക്കൊന്നും പറയാനില്ലേ? 40 ഗാഡി കഴിഞ്ഞ് മുന്നേറുകയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ സമുദായത്തിന് മൊത്തം കുറ്റം പറയും ചെയ്യുക. എന്നിട്ട് ആരെങ്കിലും ഒന്ന് തിരിച്ചു പറയുമ്പോൾ ഇതാ ഈ സമുദായക്കാരിന്റെ തല്ലിണെന്ന് മറ്റേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഏത് മറ്റേ അത് കിട്ടാന് ഒരു ഇത് കിട്ടൂല ജനങ്ങളാടി പാവാട്ടോ മുസ്ലിമായ ആളല്ലേ. എന്റെ പേര് പോലെ തന്നെ അനിൽ മുഹമ്മദ് എന്നുള്ള 2 തന്തന്റെ പരിപാടി ഇരിക്കരുത്. എന്നോട് മറ്റാൾ പറഞ്ഞ മാതിരി മാനന്തവാടി പറഞ്ഞില്ല, അതെന്താ പരിപാടി ഇരിക്കരുത്. അപ്പൊ എന്നോട് പറയാനുള്ള എന്താ വെച്ചൊക്കെയാണെങ്കിൽ ഇജെന്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ചോദിച്ചു പറയേണ്ട എങ്ങനെയാണ്? നല്ല കാര്യമാണ്, ഇതിലേക്ക് ഫണ്ട് എല്ലാവരും കൊടുക്കുക, സമസ്തക്ക് ഇങ്ങനത്തെ പ്രൊജക്ട് ഉണ്ട്, ഇതിനെ വിജയിപ്പിച്ചു കൊടുക്കണം, നല്ല കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല ഇസ്ലാമും അള്ളാന്റെ റസൂലൊക്കെ പഠിപ്പിച്ചെന്ന്. വഹാബികളൊപ്പം കൂടിയാണ് ജമാഅത്തിന്റെ ഒപ്പം കൂടിയാണ് പൂർണ്ണ ഇസ്ലാമായിട്ട് പഠിച്ചിട്ടില്ല. ആയിക്കണമെന്നുള്ളൂ, ഷാത്ത് കലിമ ചൊല്ലി ആയിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ പൂർണ്ണത കിട്ടണമെങ്കിൽ സുന്നത്തി ജമാഅത്ത് എന്താണെന്ന് ഇങ്ങോട്ട് പഠിക്കാണ്ട് ആ സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിലേക്ക് ഇങ്ങോട്ട് പോകാന്നാണ് എന്നോട് പറയാനുള്ളത്. കൂടുതലായിട്ട് എന്നോടൊന്നും പറയാനില്ല. ആർക്ക് അതിനെ കുറിച്ച്
പറ്റിയ ഒരു വിവരമില്ല. വിവരമില്ലാത്തവരോട് സംസാരിക്കണം എന്തല്ല ഉചിതമല്ല. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും കേട്ടോ. വെറുതെ മറ്റേ റീച്ച് കൂടാനും വേണ്ടിയിട്ട് സമസ്തനെ കുറ്റപ്പെടുത്തരുത്. മനസ്സിലായോ? സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഊരമലല്ല എന്നുള്ളത് ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് എന്നോട് പറയാനുള്ളത്.